ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ദേ ഈ പറഞ്ഞിട്ട് ഞാൻ വരണത് മരത്തത്തെ വാതിലൊക്കെ തുറന്നിടാൻ വേണ്ടിയിട്ടാ. അപ്പോൾ ഞാനിന്ന് എണീറ്റ് രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഓർക്കണത് ഒന്ന് വ്ളോഗ് ചെയ്താലോ എന്ന്. അങ്ങനെ പിന്നെ വേഗം ക്യാമറ ഒക്കെ എടുത്ത് ഓണാക്കി റെഡി ആയിട്ട് വന്ന് നിൽക്കണതാട്ടോ. ഇപ്പോൾ അങ്ങനെ ഞാൻ വേഗം വന്ന് വാതിലൊക്കെ തുറന്ന് കുറച്ച് നേരം ഉമ്മാർത്തൊക്കെ വന്ന് നിന്ന്. ഒരാൾ ബാക്കിൽ അടുക്കളയിലുണ്ട്, പക്ഷെ എന്നാൽ കൂടി ഞാൻ കുറച്ച് നേരം ഉമ്മാർത്ത് വന്ന് നിന്ന്. ഞാൻ വാതിൽ തുറന്നൊന്നും ആശം കണ്ടിട്ടില്ല, കാരണം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നേക്കാൾ മുന്നേ അവ എത്തും. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇപ്പം തന്നെ ഉമ്മാർത്ത് നിൽക്കണത്. അങ്ങനെ കുറേ നേരം ഉമ്മാർത്തൊക്കെ നോക്കി നിന്ന് ഞാൻ വെറുതെ ഉള്ളിലേക്ക് പോയി, ബാക്കിലത്തെ നോക്കണല്ലോ എന്തായിന്ന്. അങ്ങനെ ഞാൻ മെല്ലെ മെല്ലെ വന്ന് ബാക്കിലേക്ക് പോകുമ്പോൾ ഒരാൾ അവിടെ അടുക്കളയിൽ പമ്മി ഇരിക്കുന്നുണ്ട്. സാധാരണ അവ അങ്ങനെ പമ്മി ഇരിക്കാറ് ഒന്നുകിൽ എന്തെങ്കിലും കാര്യം സാധിക്കുമ്പോൾ, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ട് അത് പിടിക്കാനൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ അതിൽ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ പമ്മി ഇരുന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ തന്നെ ഇപ്പം ചെയ്യുന്നത് വാഷിംഗ് മെഷീൻ്റെ താഴത്തെ തെർമോക്കോളിൻ്റെ ഒരു ബോക്സില്ലേ, അത് ഇരുന്ന് മാന്തി 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 പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പൊട്ടിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ അത് പൊട്ടിച്ചിട്ട് വായലിടുകയാണ് അവൻ ചെയ്യണത്. അത് കാരണം നമുക്ക് പേടിയാണ്, എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം എല്ലാം വായലിക്കാം, എല്ലാതും വായലിക്കാം. എല്ലാം ലക്കിനിങ്ങനെ തട്ടി തട്ടി പോകുന്നുണ്ട്. ഇപ്പോൾ കുറേയൊക്കെ ഇടയ്ക്ക് വായലെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ വേഗം വന്ന് നോക്കിയപ്പോൾ റൂമൊക്കെ വന്ന അലമ്പാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം ഒതുക്കാം, കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണേ. എന്തായാലും ബെഡ്ഷീറ്റൊക്കെ മാറ്റണം, അപ്പം പിന്നെ എല്ലാം കൂടി ഒതുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഇരിക്കണ്ടായിരുന്നത്. അപ്പോൾ ഓരോന്നോരോന്ന് ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട്, പുതപ്പ് ഇപ്പം മാറ്റണം അതോ ബെഡ്ഷീറ്റ് മാറ്റണ്ടപ്പം മടക്കി വെച്ചാൽ മതി എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്നത്. അപ്പം എന്തായാലും ബെഡ്ഷീറ്റൊക്കെ മാറ്റുമ്പോൾ ഒതുക്കാന്നുള്ള നിലയിൽ ഞാൻ അങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ കരച്ചിൽ കേട്ടിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഒരാൾ തന്നെ അങ്ങനെ വേഗം ഓടിപ്പടിഞ്ഞ് വരുന്നുണ്ട്. ആൾക്കാരെ കാണാൻ ടേപ്പിളേ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ വേഗം ഞാൻ അവന് പഴമൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് റെഡി ആയിട്ട് ഇരുത്താട്ടോ. ഞാൻ ചില ദിവസം നേരത്തെ കുളി കഴിയും, ചില ദിവസം നേരം വൈകിട്ട്, ചില ദിവസം നേരം വൈകും എണീക്കാൻ. ചിലപ്പോൾ ഞാനും അവൻ്റെ കൂടെ നേരം വൈകിട്ടാവും എണീക്കുക. അങ്ങനെ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് അവൻ ഈ തല തോർത്താനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. തല തോർത്താനൊക്കെ നല്ല കുട്ടിയിട്ടിരിക്കും, പക്ഷെ ബനിയിടാൻ ഭയങ്കര ദേഷ്യം. എന്ന് വെച്ചാൽ ബനി ഇടണത് കൈ കയറ്റാനൊക്കെ ഇട്ട് അവന് ഭയങ്കര ദേഷ്യമാണ്. അപ്പം അത് മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളവന്. അപ്പം അത് കഴിഞ്ഞിട്ട് തേനെ ഉറക്കാനായിട്ട് കിടത്തിയതാ. എനിക്ക് ഉറക്കം വരാന്നല്ല, എൻ്റെ അവ ഉറങ്ങില്ല. കാരണം അവന് തന്നെ ഈ ജനലേമ പൊത്തി പിടിച്ച് കയറുക, കർട്ടൻ പിടിച്ച് വലിക്കുക, അതിന് മുകളിൽ ഞാൻ ലൈറ്റ് ഇട്ടുണ്ട്, അപ്പം അതൊക്കെ പിടിച്ച് വലിക്കുക. അതൊക്കെയാണ്. ലൈറ്റ് ഇപ്പം എത്താറായിട്ടില്ല, പക്ഷെ തേഞ്ഞാൽ അതും പിടിച്ച് വലിക്കും ഉടനെ തന്നെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കളി കഴിഞ്ഞ് ഉറക്കം ഇല്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ വേഗം മറത്തു കൊണ്ടുവന്നിരുത്തി. ഇപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ രാവിലെ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് അത് കണ്ട ഒരു സന്തോഷമായിട്ട് ഇപ്പം ഈ കാണുന്നത്. അപ്പോൾ ചിരിയും കളിയും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇപ്പൊ പിന്നാലെ പോകുന്നു, പക്ഷെ ആ ചിരിയും കളിയും കൈകോട്ടലൊക്കെ കഴിഞ്ഞ് അമ്മ ഉള്ളിൽ കയറി ഉള്ളിലേക്ക് വിളിച്ചപ്പോൾ അവൻ പിന്നാലെ പോക്കൊന്നുമില്ല, അവിടെ ഇരിക്കുള്ളൂ. പിന്നെ ഏതെങ്കിലും സ്ഥലത്താണെങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ എന്നെ കാണണം. അതെ, ആരെ കൂടെ പോയാലും എല്ലാവരും വിളിച്ചാലും പൊക്കോളും, പക്ഷെ ആരെ കൂടെ പോയാലും 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ കാണണം. അതിപ്പോ നിർബന്ധമാട്ടോ. അതിപ്പോ അമ്മാമയിലും അപ്പാപ്പനയിലും ആരായാലും. പക്ഷെ അവന് അപ്പാപ്പന് ജീവനാ. അപ്പാപ്പുണ്ടെങ്കിൽ എന്റെ ആവശ്യമില്ല. അപ്പാപ്പൻ്റെ കൂടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, എന്ന് വെച്ചാല് അപ്പാപ്പൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ അപ്പാപ്പന് അത്രയ്ക്ക് ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് വേഗം ബെഡ്ഷീറ്റും ഇതൊക്കെ മാറ്റി പുതപ്പൊക്കെ മാറ്റി ഞാൻ വേഗം ഒതുക്കാൻ വേണ്ടി നിന്നു, അല്ലെങ്കിൽ ഇനി ലേറ്റ് ആയി പോവേ. അപ്പൊ പിന്നെ ഞാൻ വേഗം പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച്, ഇതൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഈ റൂമിൽ ആകെ ഒരു ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പുതിയ കട്ടിലും കിടക്കൊക്കെ ആയിരുന്നേ. അപ്പൊ ആകെ ഒരു ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ വന്നതിന് ശേഷമാണ് ഞാൻ ഓരോരോ ബെഡ്ഷീറ്റ് നമ്മൾ സാധാരണക്കാർക്ക് പറ്റിയ അഫോർഡബിൾ ആയിട്ട്, എന്ന് വെച്ചാൽ റീയൂസബിൾ ആയിട്ടുള്ള ബെഡ്ഷീറ്റുകൾ ഞാൻ നോക്കി മേടിച്ചത്. ഇതൊരു 300 റൗണ്ടിൽ എത്തുള്ളൂ കേട്ടോ. എന്ന് വെച്ചാല് അത്രയും റേറ്റ് ഉള്ളതൊന്നും അല്ല. എന്ന് വെച്ചാൽ നമുക്കൊക്കെ എന്താ പറയുക, ഡെയിലി യൂസിനൊക്കെ ആയിട്ട് പറ്റിയ ബെഡ്ഷീറ്റുകളാണ്. ഇതിപ്പോൾ ഞാൻ എന്തോരം വട്ടായി യൂസ് ചെയ്യണമെന്നറിയോ. ഒരു പ്രശ്നം ബെഡ്ഷീറ്റിനും തലോണ കവറിനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെയായിരുന്നു ഞാൻ മറ്റേ കുഞ്ഞു കുഷ്യനൊക്കെ വരുന്നത്. അത് മാത്രമാണ് അതും വലിയ റേഞ്ച് ഒന്നും ഇല്ല കേട്ടാ. 370 350 രൂപയായിരുന്നു. ഞാൻ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം. ലിങ്ക് കിട്ടുകയാണെങ്കിലല്ല, ലിങ്ക് കിട്ടും, പക്ഷെ അത് കൊടുക്കാനായിട്ടുള്ളത് എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ ഞാൻ നോക്കിയിട്ട് ഞാൻ ഇടുന്നുണ്ട് പറ്റുകയാണെങ്കിൽ കേട്ടാ. ഞാൻ തന്നെ ലൈറ്റ് കോഫി ചെയ്ത് കുറച്ച് റൂമിൻ്റെ ഇതൊക്കെ എടുത്തിട്ട് ഞാൻ വേഗം തുണിയോളം അലക്കാൻ വേണ്ടിയിട്ട് അമ്മയോട് വാഷിംഗ് മെഷീൻ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓണാക്കിയിട്ട് നേരത്തെ വേഗം കൊണ്ടിടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓരോ തുണിയോളം എടുത്തിട്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം സോപ്പ് മുടി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം നെസ്റ്റോയിൽ പോയപ്പോൾ പുതിയ സോപ്പ് മുടി, നെസ്റ്റോയിൽ കുറേ ഓഫറൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കയറി നോക്കിക്കോളോ. എന്ന് വെച്ചാല് കാറൊക്കെയാണ് കിടക്കുന്നത്. 21-ാം തീയതിയാണ് അതിന്റെ നാളെ അല്ലേ 21, നാളെ 21-ാം തീയതിയാണ്
അതിൻ്റെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളൊക്കെ പേര് എഴുതിയിട്ടുണ്ട്. ആർക്കാണാവോ കിട്ടുക, നമുക്കൊക്കെ കിട്ടിയാൽ ഉപകാരമായിരുന്നു. എന്തായാലും കിട്ടട്ടെ, ആർക്കെങ്കിലും കിട്ടട്ടെ, ഭാഗ്യം ഞങ്ങൾക്കും ഉണ്ടാവട്ടെ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, വാഷിംഗ് മെഷീനിലെ തുണികളൊക്കെ എടുത്തിട്ട് ഞാൻ വേഗം ഇവന്റെ ട്രൗസറുകളും കാര്യങ്ങളൊക്കെ വേഗം ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ കൊണ്ടിടാട്ടോ. ഇത് അമ്മയുടെ വെള്ളരി കുമ്പളങ്ങ തോന്നുന്നുണ്ട്, എന്തോ പടർത്തിയിട്ടുള്ളത് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ബാക്കിലേക്കുള്ള ഏരിയ. മുകളില് അവിടെ ഇങ്ങനെ അഴ കെട്ടിയിട്ടുണ്ട് കേട്ടോ, തോരിടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടേക്ക് വലിയ വെയിലൊന്നും ഇല്ല, അപ്പൊ ഫ്രണ്ടിൽ തന്നെ ഞാൻ ഇടുക, കാരണം ഡയറക്റ്റ് വെയിൽ കൊണ്ട് വേഗം ഉണങ്ങിക്കോളൂല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ വേഗം ഇറങ്ങി വന്ന നേരത്താണ് അമ്മ പറഞ്ഞത്, നീ വേഗം വൈകുന്നേരം കാര്യം കാണിച്ചില്ല എന്നിട്ട് നോക്കുമ്പോഴാണ് എൻ്റെ മോൻ ആദ്യമായിട്ട് സക്സസ്ഫുള്ളി ഒരു സ്റ്റെപ്പ് കയറിയിരിക്കുന്നു. വലിയ സന്തോഷം പറയുമ്പോണ്ടെങ്കിലും പക്ഷെ അത് നമുക്കൊരു വേനയാണ്. കാരണം അവന് കയറാൻ മാത്രം അത് അറിഞ്ഞിട്ടുള്ളൂ. അതാ കണ്ടില്ലേ, ആ കാല് വെച്ചതില് മൂക്കുത്തി വീഴാനെ പോയത്, അവൻ ഇറങ്ങാറില്ല എന്താ പറയുമ്പോഴേ. അവന് കേറി നിന്നു, ഓക്കെ, പക്ഷെ അത് ഇറങ്ങാറില്ല അവന്. അപ്പൊ അതൊരു ഇതായിട്ട് ഇരിക്കുന്നത്. ഇപ്പൊ അവൻ കോണിപ്പടിയുടെ അവിടേക്ക് പോയാ അടുക്കളേക്ക് പോണ ആള് ഇടയിലെ സ്റ്റെക്കാവ കോണിപ്പടിയുടെ അവിടെയാ. അതാണ് ഒരു പ്രശ്നം. അങ്ങനെ ഞാൻ വേഗം ചൂലൊക്കെ എടുത്ത് അടിച്ചു വാരി ഇടാന്ന് വിചാരിച്ചിട്ട് വേഗം ഓരോ സൈഡായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ ചെക്കുള്ള കാരണം നമുക്കിപ്പോ പൊടി അല്ലെങ്കിൽ കുഞ്ഞു സാധനങ്ങളൊന്നും വല്ലാണ്ട് അങ്ങോട്ട് ഇട്ട് വെക്കാൻ പറ്റില്ലേ, ശ്രദ്ധിച്ച് വേണം ഓരോന്നോരോന്ന് കൊടുക്കാൻ. ഇപ്പൊ 2 ദിവസം മുന്നേ തന്നെ അപ്പുറത്തെ അമ്മയുടെ റൂമിൽ നിന്ന് തന്നെ നമ്മൾ ഈ കമ്മലിന്റെ ബാക്കിൽ ഇടുന്ന ഒരു മൂടിയില്ലേ, അതാണ് അവന്റെ വായന്ന് കിട്ടിയത്. ഭാഗ്യം വിഴുങ്ങില്ല. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ആശാൻ തുടങ്ങിയിട്ടുണ്ട്, അവനെ കൊണ്ട് സാധിക്കുന്നത്. അങ്ങനെ ഞാൻ വേഗം അടിച്ചു വാരി ഇട്ട് ഞാൻ ഇന്ന് ചേട്ടൻ വരും. ഇന്ന് ഞാൻ പറയാൻ കാരണം ഇന്ന് ബുധനാഴ്ചത്തെ വ്ളോഗാണിത്. പക്ഷെ ഞാൻ ഇടണത് ഞാൻ വ്യാഴാഴ്ച ആയിരിക്കും. ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായി, നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ട്, ഗിഫ്റ്റ് വന്നേക്കണത്. ഞാൻ അവിടെ ആയിരുന്നല്ലോ ഇത്ര ദിവസം, അത് കാരണം ഗിഫ്റ്റ് ചെയ്ത ആള് ഗിഫ്റ്റ് ചെയ്തേക്കണത് മലപ്പുറത്തേക്കാണ്. അപ്പൊ ഞാൻ ഇപ്പൊ തൃശ്ശൂരാണല്ലോ, വന്നൂല്ലോ ഞാന്. അപ്പൊ അത് എന്തോ ഡെലിവറീന്റെ പ്രശ്നം കാരണം കുറച്ച് ലേറ്റായി. അത് കാരണം ചേട്ടൻ അത് കൊണ്ടുവന്ന് തരാം. പിന്നെ ഈ സാറ്റർഡേ അവിടെ ഓഫീസിൽ ഓണപരിപാടികളുണ്ട്, സെലിബ്രേഷൻ. അപ്പോൾ അതിനുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി, മുണ്ടും ഷർട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ വേഗം ഭക്ഷണമൊക്കെ കഴിച്ചു വേഗം അവനെ കൃത്യം ഉറക്കി എണീറ്റ്, കറണ്ട് പോയപ്പോൾ അവ എണീറ്റിട്ടു. പിന്നെ ഞങ്ങൾ രണ്ടാളും കുറിച്ച് കുറച്ച് നേരം കിടന്ന് വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം അവന് കുറുക്കൊക്കെ ഉണ്ടാക്കി, രാഗിപ്പൊടി കേട്ടോ, ആ കുറുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ വേഗം അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അമ്മേനെ കാണാനില്ല, കുട്ടീനെ കാണാനില്ല. അങ്ങനെ ഞാൻ നോക്കുമ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കുട്ടീനെ പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ രണ്ടാളും. അപ്പോൾ വേഗം അവനെ മേടിച്ച് പാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തന്നെ നിന്നു. എന്നിട്ട് ഞാൻ ഓരോന്ന് കാണിച്ച് പാപ്പൊക്കെ തിന്നോളും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വേഗം പാപ്പൊക്കെ തിന്ന് അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി കാറ്റും കൊണ്ട് അങ്ങനെ നല്ല കറണ്ട് ഉണ്ടായില്ല. അത് കാരണമാണ് ഉള്ളി കയറാൻ ഞാൻ തോന്നുന്നുണ്ട് ആ നേരത്തെ. ഇവന് നല്ല ഉഷ്ണാണ്. അപ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടി ഇപ്പോൾ കുഞ്ഞിയെ ഫാനൊക്കെ മേടിച്ചിട്ടുണ്ട്. പക്ഷെ അതുള്ള കാരണം കുഴപ്പമില്ല, ഉറങ്ങാണെങ്കിൽ പെട്ടെന്ന് കറണ്ട് പോയാലും നമുക്ക് ആ ഫാൻ ഓണാക്കി റെഡിയാക്കാം. അങ്ങനെ വേഗം കറണ്ട് വന്നു. വേഗം പാപ്പ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം പോയി കുളിച്ച് പിന്നെ അവനെ കുളിപ്പിച്ചു കേട്ടോ. അവനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിച്ച് ഇവനെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് ഞാൻ. ഓരോന്നും കാട്ടിയിട്ട് കളിപ്പിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കണ്ടില്ലേ, ബനിയെ ഇടാനായിട്ട് മാഷാൻ തീരെ ഇഷ്ടമില്ല. എന്ത് കാട്ടിയിട്ടാണെങ്കിലും ബനിയെ ഇടാൻ സമ്മതിക്കില്ല. ഇപ്പൊ ഈ നേരത്തെ കരച്ചിലാണ്. ട്രൗസറൊന്നും കുഴപ്പമില്ല, പക്ഷെ ബനിയെ ഇടാൻ തീരെ ഇഷ്ടമില്ല. എന്ന് വെച്ചാൽ തലേ കൂടെ അങ്ങനെ നമ്മൾ ഇറക്കി അതൊക്കെ ചെയ്യണ കാരണം തോന്നണു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേ കാണുന്നത് 1 അടി 2 അടി 3 അടി ഒക്കെ വെക്കാൻ തന്നെ. ഇപ്പൊ ആദ്യത്തെ മോന്തിയും കുത്തി വീണു, അത് കഴിഞ്ഞു. പക്ഷെ ചില നേരത്തെ സക്സസില് എന്താ പറയാ 2-3 അടിയൊക്കെ വെക്കുന്നുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, എന്ത് രസമായിട്ട് ഒറ്റടി വെക്കണേ, നല്ല രസമുണ്ടല്ലേ. അത് കഴിഞ്ഞ് വൈകിട്ടായപ്പോ അമ്മാമ്മ പള്ളിയിൽ പോയി. അപ്പൊ ഞാനും ഉണ്ടപ്പനും അപ്പനെ കാത്തിട്ടിരിക്കുകയാണ്. ഉറക്കൊക്കെ വന്നു തുടങ്ങി ചെറുതായിട്ട്. അപ്പൊ അതേന ചേട്ടൻ വന്നു. അപ്പൊ ചേട്ടൻ കയറി വരുന്ന ചിരിച്ചിട്ടാ വരുന്നത്, ക്യാമറ കണ്ട കാരണം. അപ്പം വന്നപ്പോ പിന്നെ അവന് വേറെ ആരും വേണ്ട, അപ്പനെ മതി. പിന്നെ ഒരു പ്രശ്നമില്ല, അപ്പൻ്റെ അടുത്ത് ഇരുന്നോളും നല്ല കുട്ടിയായിട്ട്. ഇത് കഴിഞ്ഞിട്ട് ഇതാണ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞത്. മൈക്കാണ് ഗിഫ്റ്റ്. എനിക്ക് സൗണ്ട് കുറവാന്ന് കുറെ പേര് പറഞ്ഞില്ലേ. ഈ വ്ലോഗിൽ എങ്ങനെയുണ്ട് മൈക്ക് എന്നുള്ളത് പറഞ്ഞോളൂട്ടോ. അപ്പൊ തന്നെ മൈക്ക് ടെസ്റ്റ് വേറെ ആളെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞു ഭക്ഷണം കഴിച്ച് ഞങ്ങൾ എടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ, ബൈ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.